ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എവിടേക്കാണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇങ്ങോട്ടോ കറങ്ങാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. നല്ല വേഷക്കിട്ട് ഇറങ്ങിയതാണ് ഞാൻ. അപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ മഴ. അപ്പം പിന്നെ നമ്മൾ രണ്ടുപേരും വേറെ പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ട്, ചായ മഞ്ഞയും ഞാൻ പർപ്പിൾ അല്ലെങ്കിൽ അഥവാ വൈലറ്റ് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഇതൊക്കെ ഇട്ട് ചായ കുടിച്ച് അങ്ങനെ ഇറങ്ങി. ഗോശ്രീപാലം വഴിയാണ് നമ്മൾ പോണത്. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഐഡിയ വല്ലാർപാടം അല്ലെങ്കിൽ വൈപ്പിൽ അവിടെയൊക്കെ ആയിരിക്കാം. ഞാൻ കുറേ നാളായി പള്ളിയിൽ പോകണമെന്ന് വിചാരിക്കുന്ന വല്ലാർപാടം പള്ളിയിൽ. അപ്പോൾ എനിക്ക് കുറേ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. വീട്ടിൽ അമ്മയാണെന്നുണ്ടെങ്കിലും ഇത് തന്നെയായിരുന്നു. പണ്ട് അപ്പ ഉണ്ടായിരുന്നപ്പോൾ പോയിരുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ കുറേ നാൾ കൂടിയിട്ട് ഇന്നാണ് ഞാൻ പോകുന്നത്. അതിലെനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ ഒരു സമയത്തെന്തോ ഇച്ചാനും ഞാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ പിന്നീട് കുറേ ഗ്യാപ്പ് വന്നതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. മഴയും കൂടി ഉണ്ടായത് കാരണം ഫോട്ടോ ഊരാൻ ഞങ്ങൾക്കൊരു അനുവാദം ഇല്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. പാവപ്പെട്ട ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി കഷ്ടപ്പെട്ട് വന്നതാണ്. ഇപ്പൊ ബംഗാളിക്കാരുടെ പോലെ കോട്ട് വിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. സാധാരണക്കാരൻ്റെ കഷ്ടപ്പാട്. ഇങ്ങനെ ഞങ്ങൾ സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടും ഇഷ്ടപ്പാടൊക്കെ പറഞ്ഞ് അവസാനം പള്ളിയുടെ അങ്ങോട്ട് നടക്കാമെന്ന് തീരുമാനിച്ചു. മഴ, ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പള്ളിയുടെ അവിടെ നിന്നിട്ട് തന്നെ കോട്ടൊക്കെ ഊരി മാറ്റി. കാരണം എല്ലാവരുടെ മുന്നിൽ നമ്മളൊരു ജാദുവിനെ പോലെയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ നാളിന് ശേഷം ഞാൻ പള്ളിയിൽ വന്നു. വല്ലാർപാടം പള്ളിയിൽ വന്നത്. ഇവിടെ ഞങ്ങൾ പണ്ട് അപ്പ ഉണ്ടായിരുന്ന സമയത്ത് വരുമ്പോഴാണെങ്കിലും ഇവിടെ നേർച്ചയൊക്കെ കഴിക്കും, അടിമയൊക്കെ കഴിക്കുമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ചൂലെടുത്തിട്ട് നമ്മൾ ആ റൗണ്ടിലുള്ള ആ മുറ്റത്ത് നമ്മൾ ചൂല് വെച്ച് അടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ചെയ്തായിരുന്നു. ഞാനും അച്ചായനൊക്കെ ചൂല് വെച്ചൊക്കെ അടിച്ചു. അപ്പം പള്ളിയുടെ അകത്ത് കയറി. ഇതിൽ ആക്ച്വലി മുകളിലേക്ക് നമുക്ക് ഗോപുരം പോലെ കയറാൻ പറ്റും. അപ്പോൾ അവിടെ ലിഫ്റ്റും പാസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കയറിയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. അമ്മയും അലോണയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും ഒരു ദിവസം വന്നിട്ട് അങ്ങനെ വരാമെന്ന് വിചാരിച്ചു. നമുക്ക് എല്ലാവർക്കും കൂടെ വരാനുള്ളത് ഒന്നെങ്കിൽ ബസ്സിന് വരണം അല്ലെങ്കിൽ ജങ്കാറിന് വരണം. അപ്പം അതെല്ലാം കൂടെ പോസിബിളായിട്ട് വരുന്നത് പോലെ ആയാലേ നമുക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ നിർവാഹമുള്ളൂ. അപ്പം കിണറ്റിൽ ആദ്യമൊക്കെ നമുക്ക് കപ്പിയും കയറൊക്കെ ഇട്ട് എടുക്കാമായിരുന്നു. ഇപ്പം ഇവിടുത്തെ വാൽവ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മാതാവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിണറ്റിൽ വെള്ളം കിട്ടും. പണ്ടൊക്കെ നമുക്ക് തലയൊക്കെ കഴുകാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. കണ്ടില്ലേ, ഞാൻ ബ്ലാ പറയുന്നതാണ്. ഒരു സാധനം, മഞ്ഞ സാധനം, പർപ്പിൾ സാധനം. അതിനിടയിൽ ഇൻ ബിറ്റ്വീൻ ഞാൻ എൻ്റെ മാമിനെ കണ്ടു കേട്ടോ. +1 +2 കോമേഴ്സിൽ ഞങ്ങളെ പഠിപ്പിച്ച അക്കൗണ്ടൻസിയിൽ റോസ്ലിൻ മിസ്സിനെ കണ്ടു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാനും മിസ്സും. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളൊക്കെ വൈകായി കഴിഞ്ഞിട്ട് ഇപ്പം മാം ഞങ്ങളെ കാണുന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരും അന്വേഷിച്ച് വീട്ടിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം നമ്പറൊക്കെ തന്നു. നമ്പർ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ അത് എല്ലാം നമ്മുടെ ഫോണൊക്കെ മാറുമ്പോഴത്തേനും എല്ലാം മാറുമല്ലോ. അപ്പം അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിപ്പോയി എനിക്ക് മിസ്സിനെ കണ്ടപ്പോൾ. ഒരു മദർലി ഫീലായിരുന്നു ഞങ്ങൾക്ക് ആക്ച്വലി സ്കൂളിൽ മിസ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ടീച്ചർ ഉണ്ടാവില്ലേ, അതായിരുന്നു ഞങ്ങൾക്ക് റോസ്ലിൻ മാം. ഇപ്പം അതേ എന്നെ ഈ കുണ്ടും കുഴിയിലൂടെ ഈ മനുഷ്യൻ കൊണ്ടുപോകുന്നത് കടൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. പിന്നെ പുതുവൈപ്പ് ബീച്ചിലേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഗ്രാണ്ട് കിടക്കണം. ആ കുഴി കണ്ട, ആ കുഴി ഞങ്ങൾ കണ്ടില്ല. പിന്നെ അതേ അവിടെ കണ്ട കല്ല് പോലെ കാണുന്ന അത് പോത്താട്ടോ. പോത്ത ഇറങ്ങി കിടക്കണമെന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ കുറേ പുഷ്പങ്ങൾ കണ്ടു. ലൈറ്റ് ഹൗസിലൊക്കെ നിങ്ങൾക്ക് കയറാൻ കേട്ടോ. ഞങ്ങൾ കയറിയില്ല, കാരണം കയറിയാൽ മാത്രം പോരല്ലോ, ഇറങ്ങണ്ടേ. അതൊന്നും പറ്റില്ല. അത്ര ഉയരത്തിലുള്ള കാഴ്ചകളൊന്നും എനിക്ക് വേണ്ട എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ബീച്ചിൽ വരുന്നവർ റോഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വരിക. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും. ബൈക്കിൽ പ്രത്യേകിച്ച് വെള്ളം കണ്ടു കഴിഞ്ഞാൽ നോക്കണേ കുഴി. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ വന്നപ്പോഴത്തേനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ കടലമ്മ കുറച്ച് കോപിച്ചിരിക്കുന്നത് കാരണം പുള്ളിക്കാരി കുറച്ച് റഫ് ആൻഡ് ടഫായിരുന്നു ആ ദിവസം. അതുകൊണ്ട് ഞങ്ങൾക്ക് കടലിലിറങ്ങാൻ പറ്റിയില്ല. പൊതുവെ നമ്മൾ കടലിലിറങ്ങാറില്ല, അത് വേറെ കാര്യം. എങ്കിലും നമുക്ക് വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ, മഴയും കൂടി ആയതുകൊണ്ട്. പിന്നെ കുറേ പട്ടിക്കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ കിടന്ന് കളിക്കുന്നത് കണ്ടു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ജങ്കാറ് കയറി പോകാമെന്ന് വിചാരിച്ചു. ജങ്കാറിന് ആക്ച്വലി ഒരു നൊസ്റ്റാൾജിക് സ്റ്റോറി ഉണ്ട്. മിന്നൽ വാസിൻ ഡെറാഡൂൺ എന്ന് പറഞ്ഞ പോലെ ഞാനും ഇച്ചായനും കൂടെ ജങ്കാറിന് ആദ്യം സഞ്ചരിച്ചത് പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. എനിക്ക് ജങ്കാർ ആക്ച്വലി പേടിയാണ്.
അപ്പം ഞാൻ ആരുടെയെങ്കിലും കൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ നടന്നു പോയി കയറി അവിടെ ഇരിക്കുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. വണ്ടിയിലൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇച്ചായനും ഞാനും കൂടെ പോയിട്ട് ടിക്കറ്റ് എടുത്തു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവളാണെങ്കിൽ വായ്ത്താളം വിട്ട് എന്നെയും കൊണ്ട് നേരെ ജങ്കാറിലോട്ട് കയറി. പുള്ളി വന്നോളും എന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് ജങ്കാറിൻ്റെ അറ്റത്ത് പോയി അവിടെ ഇരുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കയറി, ഇങ്ങേര് കയറിയില്ല. ഇങ്ങേര് കരയിൽ നിന്ന് എന്നെ കൈ കാണിക്കാൻ തുടങ്ങി. യേശു ഞാൻ കയറിയില്ല. പിന്നെ അവസാനം ഞാൻ ആ ഫോർട്ട് കൊച്ചിയിൽ പോയി ഇറങ്ങി അവിടെ നിൽക്കേണ്ടി വന്നു. ഇപ്രാവശ്യം ഞാനത് കാരണം അള്ളിപ്പിടിച്ച് ബാക്കിൽ തന്നെ ഇരുന്നു വെച്ചു, ഞാൻ ഇറങ്ങിയില്ല. അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. അപ്പം അത്രയേ ഉള്ളൂ.